എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ബേക്കറിയിൽ നിന്നുള്ള രുചിയോടെ വാങ്ങി കഴിക്കുന്ന മസാല ബന്നിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു പീസ് ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊപ്പം നമുക്ക് വേറെ എന്താ വേണ്ടത് അല്ലേ? ബേക്കറിയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ നല്ല രുചിയോടെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു മസാല ബന്ന്. ഓവനില്ലാതെയും ഞാനിത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു മസാല ബന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 150 ml കപ്പിന് അളന്നിട്ടാണ് 2.5 കപ്പ് മൈദ എടുത്തത്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് പൊടിയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറു ചൂടുള്ള പാല് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, കുറച്ചും കൂടെ ലൂസായിട്ടാണ് വേണ്ടത്. പാലിൻ്റെ അളവൊക്കെ ഞാനിത് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം. ഓരോ പൊടിക്കും പാലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. പാൽ യൂസ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കുക. ചെറു ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അതിലാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. എന്നാലാണ് ഈ ഒരു ഡോ നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. മാവ് സോഫ്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബന്നും നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതാ മാവ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുക. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട് എന്ന്. ഈ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു മാവ് കുഴക്കാനായിട്ട് 1 കപ്പ് പാലാണ്, കറക്റ്റ് 1 കപ്പ് പാലാണ് എനിക്ക് വേണ്ടി വന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം കവർ ചെയ്തിട്ട് നമുക്കിത് പൊങ്ങി ഡബിൾ സൈസായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് 1-1.5 മണിക്കൂർ കൊണ്ട് പൊങ്ങി കിട്ടും. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 2-2.5 മണിക്കൂറൊക്കെ ആവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ബന്നിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള തേങ്ങൻ്റെ ഒരു ഫില്ലിംഗ് റെഡിയാക്കാനുണ്ട്. അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 2 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ എടുത്തിന്. പിന്നെ 1/4 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര അത്യാവശ്യം വേണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂണൊക്കെ എടുക്കുക. അത്യാവശ്യം മധുരം വേണം, അന്നേരമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെ ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെറും തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും മാത്രം ചേർത്തിട്ടും ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ പൊങ്ങാനായിട്ട് വെച്ച മാവിത നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് മാറ്റിയതിന് ശേഷം കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അതിനുശേഷം ഒരുപോലത്തെ 4 ബോൾസാക്കി നമുക്കിത് മാറ്റാം. നമ്മൾ 2 മസാല ബന്നാണ് റെഡിയാക്കുന്നത്, അതുകൊണ്ടാണ് 4 ബോൾസാക്കി മാറ്റുന്നത്. ഒന്ന് ഓവനിലും ഒന്ന് പാത്രത്തിലുമാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഒരെണ്ണമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 ബോൾസാക്കിയാൽ മാത്രം മതി. അങ്ങനെ ഇതുപോലത്തെ 4 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചപ്പാത്തി പലകയിലേക്ക് അല്പം മൈദ തൂക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഉരുളയിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് റൗണ്ടായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ 4 ചപ്പാത്തിയെല്ലാം അട്ടിക്ക് വെച്ചാൽ എത്ര തിക്നെസ് ഉണ്ടാവും ആ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് കനം കുറച്ച് പരത്തണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ 2 പാത്രമാണ് എടുത്തിന്. അതിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ആയിട്ട് ബട്ടർ ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയത് ഈ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി ഈ ഭാഗം മുഴുവനായിട്ട് കവർ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് പരത്തി അടിഭാഗം മുഴുവനായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇതിൽ നിന്നും പകുതിയോളം ഫില്ലിംഗ് ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അധികം സൈഡിൽ ആവാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇതാ ഫില്ലിംഗ് എല്ലാം ഇട്ടിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് അടുത്ത ബോൾസും കൂടെ ഒന്ന് പരത്തി എടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറച്ച് മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക സെയിം രീതിയിൽ തന്നെ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് എല്ലാം ഇട്ട് വെച്ചതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് ആ ഒരു മാവും ഇപ്പോൾ ഇട്ട് കൊടുത്ത ആ ഒരു മാവും കൂടെ നന്നായിട്ട് സൈഡൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കൈയിൻ്റെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അമർത്തിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ വേറെ വേറെ ആയിപ്പോവും. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ കൈൻ്റെ വിരൽ വെച്ചിട്ട് അമർത്തിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റോളം അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. പിന്നെ ആ ഒരു സമയം കൊണ്ട് അടുത്ത ബോൾസും നമുക്ക് സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ചിട്ട് 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബോൾസും ഞാൻ സെയിം രീതിയിൽ തന്നെ പരത്തി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരമണിക്കൂറോളം ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട്. അതിൻ്റെ മുകളിലും നന്നായിട്ട് മുട്ട സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഓവനിലും ഒന്ന് പാത്രത്തിലുമാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവനിലേക്ക് ആദ്യം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കിയ ഓവനിൽ ഇത് വെച്ചതിന് ശേഷം 170 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റാണ് ഇത് ബേക്കാവാനായിട്ട് ടൈം എടുക്കുക. താഴലും മുകളിലും കോയിൽ കത്തുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ ഓവൻ അനുസരിച്ചിട്ട് ടൈമിങ്ങിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഒരു 30 മിനിറ്റെല്ലാം ആകുമ്പോൾ ഒന്ന് നോക്കുക. അതിനുശേഷം ബേക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റോ വെച്ച് കൊടുത്താൽ മതി. അടുത്തത് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ തീയിലൊരു 10 മിനിറ്റ് അടച്ച് വെച്ചതാണ്. അപ്പോൾ അതേക്ക് നന്നായിട്ട് ചൂടായി നല്ലതുപോലെ പ്രീ ഹീറ്റായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബന്നിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇറക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് അടിയിലായിട്ട് എന്തെങ്കിലും ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിങ്ങോ അങ്ങനെ എന്തെങ്കിലും വെച്ചതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. നേരിട്ടിട്ട് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കണ്ട. ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിലാക്കുക. അതിനുശേഷം തീ കുറച്ചിട്ട് ചെറിയ തീയിൽ 50-55 മിനിറ്റെല്ലാം ഇത് പാത്രത്തിൽ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ കനലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മൂടിൻ്റെ മുകളിൽ കനൽ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്ത സെയിം രീതിയിൽ തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു കനമുള്ളത് എടുത്ത് വെച്ച് കൊടുക്കുക. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചതക്കുന്ന ആ ഒരു കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഓവനിൽ ബേക്കാവാനായിട്ട് വെച്ചത് നല്ലതുപോലെ ബേക്കായിട്ടുണ്ട്. നല്ലതുപോലെ മുകൾ ഭാഗം കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കറക്റ്റ് 30 മിനിറ്റാണ് ഇത് ബേക്കാവാനായിട്ട് ടൈം എടുത്തത്. അപ്പോൾ നല്ല ചൂടാണ്. ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ പോയതിന് ശേഷം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പാത്രത്തിൽ നമ്മൾ ബേക്കാവാനായിട്ട് വെച്ച മസാല ബന്നിപ്പോൾ 55 മിനിറ്റോളം ആയിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തായിന്ന്. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടേനു. അപ്പോൾ ആയിട്ടില്ല. വീണ്ടും 10 മിനിറ്റോളം വെച്ചതാണ്. ഒരു 40 മിനിറ്റെല്ലാം ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റെല്ലാം വെച്ചാൽ മതി. ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക. അതിനുശേഷം എടുത്താൽ മതി. അപ്പോൾ ഇത് ഇപ്പം നല്ലതുപോലെ കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. 55 മിനിറ്റോളം ഞാൻ വെച്ചിന്. 5 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ബേക്കായി കിട്ടും. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ചൂട് പോകാനായിട്ട് വെക്കുക. ചൂട് പോയതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഓവനിൽ ബേക്ക് ചെയ്തതും ഒന്ന് പാത്രത്തിൽ ബേക്ക് ചെയ്തതും രണ്ടും അടിപൊളി തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഓവനില്ലാത്തവർക്ക് പാത്രത്തിൽ ബേക്ക് ചെയ്യാം, ഓവനുള്ളവർക്ക് ഓവനിൽ ബേക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ്. കണ്ടാ ഞെക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റാണെന്ന്. രുചിയുള്ള മസാല ബന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ബേക്കറിയിലേക്ക് ഓടേണ്ട ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് ചൂട് പോയതിന് ശേഷം പാത്രത്തിൽ നിന്ന് ഇളക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ലതുപോലെ ചൂട് പോയിട്ട്
ഇത് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. രാത്രി ഉണ്ടാക്കി വെച്ചാൽ പിറ്റേന്നൊക്കെ എടുത്ത് കഴിക്കണം, അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മസാല ബന്നിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചൂട് ചായക്കൊപ്പം ഇതൊരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്താ വേണ്ടത് അല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.